ഓക്കെ ഇന്ന് സീജയ്ക്ക് വരെ ഞാനാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീജയ്ക്ക് ചെറുതായിട്ടൊന്ന് ഗൾഫ് വരെ പോകേണ്ടി വന്നു. അപ്പം ഞാനാണ് കേസ് ഇന്ന് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇന്നലെ സീജയെ വിളിച്ച് പറഞ്ഞത് അവൻ്റെ ഒരു ഡ്യൂക്ക് ഇവിടെ ഇരിപ്പുണ്ട്. സോ ആ ഡ്യൂക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ നിനക്ക് എന്തെങ്കിലും ആ ഡ്യൂക്കിനകത്ത് പോയിട്ടൊരു ജോലി ഞാൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മുമ്പ് സീജ വിളിച്ചപ്പോൾ സീജ എന്താന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതെടുത്തുകൊണ്ട് പോയിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ കുറച്ച് സ്കില്ലൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10,000 രൂപ തരാമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എന്തായാലും ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി എടുത്ത് ഇങ്ങോട്ട് തിരിക്കാം. ഓക്കെ, വണ്ടി എടുത്ത് തിരിച്ചിട്ട് നമുക്കൊന്ന് പറപ്പിക്കാം. ഓക്കെ ഗീസ്, നമ്മളങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകണം. അതേ ഗീസ്, നമ്മുടെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ സ്കില്ല് കാണിക്കേണ്ടത്. സോ സ്കില്ല് കാണിക്കും. ഇപ്പോൾ ആൾക്കാരൊന്നും വന്നിട്ടില്ല. ആൾക്കാർ വരുന്നവരെ വെയിറ്റ് ചെയ്യും. ആൾക്കാർ വന്നില്ലെങ്കിലും നീ സ്കില്ല് കാണിച്ചോ, കാശൊക്കെ ഞാൻ മേടിച്ചു തരാമെന്ന് സീജ പറഞ്ഞത്. ഓക്കെ, നമുക്കെന്തായാലും ആൾക്കാർ വരുന്നവരെങ്കിലും വെയിറ്റ് ചെയ്യാം. ഏതെങ്കിലും പട്ടികൾ വന്നല്ലോ. നോ ഗീസ്, പട്ടികളെങ്കിലും വന്നിട്ട് ചെയ്താൽ മതി എന്നാണ് സീജ പറഞ്ഞത്. അപ്പോൾ പട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. നമ്മുടെ ശമ്പളം നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, നമ്മൾ ആദ്യത്തെ സ്കില്ല് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മണ്ടയിലേക്ക് ഇങ്ങനെ ചാടുന്നതാണ് ഗീസ് നമ്മുടെ ആദ്യത്തെ സ്കില്ല്. ഓ ഗൈസ്, ഞാനിപ്പോൾ ഈ സിറ്റി മൊത്തം 360 കാണുവാണ്. അതെന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ സ്കില്ല് കാണിക്കുന്നത് ഒരു ഗുഡ് എക്സ്പീരിയൻസ് കൂടെയാണ് ഗീസ് എനിക്ക്. ഇനി അടുത്ത സ്കില്ല് നമ്മളിങ്ങനെ കറങ്ങി വരണം ഗീസ്. അതാണ് നമ്മുടെ അടുത്ത സ്കില്ല് എന്ന് പറയുന്നത്. ഓ ഗൈസ്, ഇന്നലെ ഡ്രിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു സ്കില്ല് കാണിക്കാൻ നോക്കിയാണ്. പക്ഷേ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ഡ്രിഫ്റ്റ് ചെയ്യില്ല. പിന്നെ കാലിന് ഉളുക്കുന്നുള്ളതുകൊണ്ട് കുത്തിയുമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു വഴി കേട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഗീസ്. ഇനി ഇവിടെ നിന്നൊരു ഇതുപോലെയാണ്. നമ്മുടെ പുറകെ ഒരു ക്യാമറ വരും. ആ ക്യാമറയിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ സ്കില്ല് കാണിച്ചുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അടുത്ത സ്കില്ല് കാണിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് ഗീസ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരണമെന്നാണ് ഇവിടുത്തെ സ്കില്ലെന്ന് പറഞ്ഞത്. സോ ഇനി ഇങ്ങോട്ട് കറങ്ങി. ഓ ഗായ്സ്, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊന്നുകൂടി ചെയ്യണമെന്നുണ്ട്. ബട്ട് ടൈമില്ല ഗീസ്. ക്യാമറ പുറകെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നിന്ന് ചാടാം. ഇവിടെ നിന്ന് ഇങ്ങനെ ചാടാം. ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് നേരെ ഇവിടെ ചാട്ടാം. ഓ സീൻ വെച്ചാനേ സീന്. നമുക്കെന്തായാലും പരിപാടി ഇന്നത്തെ തീർന്നു. ഇനി നമുക്കിതിവിടെ നിർത്തിയിട്ടൊരു മുട്ടായി മേടിക്കാൻ പോകാം. ഓക്കെ, ഒരു മുട്ടായി മേടിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. എടാ, ഞാൻ ഒരു മുട്ടായി മേടിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്തിന് എൻ്റെ ബൈക്കിന് ഇതെന്ത് പറ്റി? കരി പിടിച്ചതാണോ? ഓ, സീജയോട് ഞാൻ ഇനി എന്ത് പറയും ഗീസ്? ഓ നോ, കരി പിടിച്ചതല്ല ഗീസ്. ഇത് വേറെ ഏതോ ഒരു ബൈക്കാണെന്ന് എനിക്ക് തോന്നുന്നു. കത്തിക്കരിഞ്ഞ പോലെ ഇരിക്കുന്നു ഗീസ് ഈ ഒരു ബൈക്ക് വേണ്ടിയിട്ട്. എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ സീജയുടെ പഴയ വണ്ടിനേക്കാളും അത്യാവശ്യം ഒരു വിൻറ്റേജ് സാധനമാണ്. നമുക്ക് സീജയ്ക്ക് വിൻറ്റേജൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതിൻ്റെ കൊടുത്ത് നമുക്ക് സീജേനെ ഹാപ്പി ആക്കിയിട്ട് സീജയുടെ വീടെങ്കിലും അടിച്ചു മാറ്റാൻ നോക്കണം. സീജ ഉടായ്പാണെങ്കിൽ ഞാൻ ഉടായ്പാണ്. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടി എന്തെങ്കിലും അങ്ങോട്ടേക്ക് സീജയുടെ വീട്ടിൽ കൊണ്ടുവെക്കാം. സീജ വരെ ഒരു 10 ദിവസമെങ്കിലും എടുക്കും. അതുവരെ ഞാനൊക്കെ തന്നെയാണ് ഈ സിറ്റിക്കകത്തുള്ളത്. ഓക്കെ, എന്തായാലും നമുക്കത് അവിടെ കണ്ടിട്ട് സീജയുടെ സ്ഥലത്ത് കൊണ്ട് വെക്കാം. ഓക്കെ, സീജയുടെ വീട് ഇതാണ് ഗീസ്. ഓക്കെ, ഓ ഇതെന്താ ഇത് ചാടുന്നു? വിൻറ്റേജ് അല്ല, ഇത് പവർഫുൾ സാധനമാണ് കേട്ടോ. നല്ല പവറുണ്ട് ഗീസ്. നല്ല സെറ്റ് വാനാണ് ഗീസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇങ്ങോട്ട്. ഓക്കെ ഗീസ്, സെറ്റ്. അയ്യോ, ചെറുതായിട്ടൊന്ന് വീണു. വീണിട്ട് ദേഹത്തിനൊക്കെ വേദന എടുക്കുന്നു ഗീസ്. നമുക്ക് എന്തായാലും ഒന്ന് മടുത്ത സ്ഥിതിക്ക് പോയി കിടന്ന് ഉറങ്ങാമല്ലേ. അപ്പോൾ ഗീസ് ഞാൻ ഒന്ന് ഉറങ്ങട്ടെ ഗീസ്. നമുക്ക് മണ്ടയ്ക്ക് കയറിപ്പോണം. താഴെ കിടന്ന് ഉറങ്ങാമല്ലേ. അപ്പോൾ ഗീസ് ഞാൻ താഴെയാണ് കിടന്ന് ഉറങ്ങുന്നത്. ഇവിടെ കിടന്ന് ഉറങ്ങാം. ഗൈസ്, ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് ഗീസ്. അപ്പം എഴുന്നേറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നേരെ പോന്നു, നമ്മുടെ വണ്ടി എടുക്കുന്നു. ഓക്കെ, ഓ നോ ഗൈസ്, എൻ്റെ വണ്ടിക്ക് തീ പിടിച്ചടാ. ഇനി വിൻറ്റേജ് എന്ന് പറഞ്ഞത് കൊടുക്കാൻ പറ്റില്ല. ഓ നോ ഗൈസ്, ഓ നോ. ഇനി ഇത് ഗോസ്റ്റ് റൈഡറിൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞ് കൊടുക്കാം. എനിക്ക് അയ്യോ, എൻ്റെ ദേഹത്തിനൊക്കെ പൊള്ളലേക്കുന്നവനോ. ഓനോ ഗൈസ്, ഇത് ഒറിജിനലായിട്ട് ഗോസ്റ്റ് റൈഡറിൻ്റെ വണ്ടിയാണോ? ഇവിടെ നിന്ന് 2 വണ്ടി കാണാനില്ല ഗൈസ്. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ. ഓനോ, എന്തിനാ നമ്മൾ ഇനി ഓനോ എന്ന് പറയുന്നു? ഈ ഒരു പവർ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കണ്ടേ? അതായത് ഗൈസ്, ഇത്രയും നാളും നമ്മളെ പുച്ഛിച്ചവർക്ക് എല്ലാവർക്കും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റിയൊരു പവറാണിത്. ഓക്കെ,
നമുക്കത് കാരണം ഇത് വേണം യൂസ്ഫുള്ളാക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മണ്ടയിൽ നിന്ന് ഇറങ്ങി ചാടി നോക്കാം ഗേസ്. ചാടി നോക്കുമ്പോൾ അറിയാം. ഓക്കെ, ചാടട്ടെ അങ്ങനെ. ഓ, ചാടുന്നില്ലല്ലോ ഗേസ്. ഓ ഗേസ്, എനിക്കെന്തോ വലിയ പവർ ഇട്ടിട്ടുണ്ട്. കുരങ്ങനേക്കാളും വലിയ പൊക്കത്തിലാണ് ഞാൻ ചാടുന്നത്. സോ ഈ ഒരു ചാട്ടലും വെച്ചിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിനകത്ത് ഒരു ഗോൾഡൻ കാറ് തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കണം ഗേസ്. സോ എയർപോർട്ടിലല്ല ആ ഒരു വണ്ടി വരുന്നത്, ഈ സിറ്റിയിൽ എവിടെയോ ആ ഒരു വണ്ടി ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി പോവാണ്. ചിലപ്പോൾ സിറ്റിയിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിൻ്റെ മണ്ടയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.